നമസ്കാരം, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യവും കോൺഗ്രസിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഇപ്പോൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബില്ലിനെ കുറിച്ചാണ്. ഇത് ഒരു പ്രാദേശികവാദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ലാണ്. ഇതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് കമ്പനികളിൽ പോലും വർക്ക് ചെയ്യുന്നവർക്ക് സംവരണം, അതായത് കർണാടക ഭാഷ എഴുതാനും വായിക്കാനും 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളവർക്കും മാത്രമായിട്ട് റിസർവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ബില്ലാണിത്. അത് ക്ലാസ് 3, ക്ലാസ് 4 എംപ്ലോയീസിനൊക്കെ 100% റിസർവേഷനും, ക്ലാസ് 2, ക്ലാസ് 3 ലെവലിലേക്ക് 75-50% റിസർവേഷൻ വേണമെന്ന് പറയുന്ന ഒരു ബില്ലാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർക്ക് കന്നഡ അറിയില്ലെങ്കിൽ, അവരുടെ ഓർഗനൈസേഷൻ പഠിപ്പിച്ച് അവരെ കൊണ്ട് 10ാം ക്ലാസ് പാസ്സാക്കണം. എന്നാൽ മാത്രമേ അവർക്ക് കർണാടകയിൽ വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബില്ലാണിത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ നാടിൻ്റെ മക്കൾ ഡിസ്കഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അവിടേക്ക് ഇത് പല രീതിയിൽ ഫെയിലിയർ ആകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഇത് കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടി, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഈ ഇലക്ഷന് മുമ്പ് രൂപീകരിക്കുമ്പോൾ ഒരുപാട് പേര് അതിൽ പ്രതീക്ഷ അർപ്പിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ പണി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് ഇത് എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബാംഗ്ലൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഒരുപാട് IT കമ്പനികൾ, പ്രൈവറ്റ് ഫേംസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, പല ദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, ആന്ധ്രയിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, കേരളത്തിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. അതുപോലെ നോർത്ത് ഇന്ത്യ ആസ് എ ഹോൾ ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണ വീടുകളിലൊക്കെ എംപ്ലോയി ചെയ്തിട്ടുള്ള, അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പല ജോലികളിലും എംപ്ലോയി ചെയ്തിരിക്കുന്ന ആളുകളും നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇങ്ങനെയുള്ള ഒരു ബില്ലുമായിട്ട് സിദ്ധരാമയ്യ വരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ബാംഗ്ലൂരിൽ തന്നെ നോക്കുകയാണെങ്കിൽ, കന്നഡിഗരായിട്ടുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. ഓൾമോസ്റ്റ് ഒരു 20% മാത്രമേ ബാംഗ്ലൂരിൽ കന്നഡിഗാസ് ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് തമിഴ് മാത്രം അറിയാമെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തെലുങ്ക് മാത്രം അറിയാമെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഹിന്ദി എല്ലാവർക്കും തന്നെ അറിയാം എന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അങ്ങനെയുള്ള ബാംഗ്ലൂർ ഉൾപ്പെടുന്ന കർണാടകയിലാണ് ഇങ്ങനെ ഒരു ബില്ല് കോൺഗ്രസ് സർക്കാർ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുകൊണ്ടുണ്ടായ മേജറായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, സാധാരണ കന്നഡിഗാസ് എല്ലാം ഇപ്പോൾ വിചാരിക്കുന്നത് ഞങ്ങൾക്കൊക്കെ നല്ല ജോലി കിട്ടും, ഈ ബില്ല് നമ്മുടെ മുഖ്യമന്ത്രി പാസ്സാക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും പാസ്സാക്കാൻ പറ്റുന്ന ഒരു ബില്ലല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പോലും എതിരായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് വേണം ഇതിനെ നമുക്ക് കാണാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയൊക്കെ പറഞ്ഞത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നിരുന്നത് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാന കക്ഷിയായിട്ടുള്ള കോൺഗ്രസ്സാണ് ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടാക്കാൻ പണിപ്പുരയിലെടുത്തത് എന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കർണാടകയിൽ മാത്രമല്ല, ഇതിന് ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഓർത്ത് നോക്കൂ, സിദ്ധരാമയ്യയ്ക്കും കോൺഗ്രസിനും വേണ്ടി വോട്ട് ചെയ്ത എത്രയോ പേരുണ്ട്, അവർ കന്നഡിഗാസ് അല്ല. അപ്പോൾ അവരൊക്കെ ഇപ്പം ഇത് സിദ്ധരാമയ്യയ്ക്ക് എതിരായിട്ട് തിരിയും. അതുമാത്രമല്ല, ഇപ്പോൾ ഓർത്ത് നോക്കൂ, ലോക്കലായിട്ടുള്ള ആളുകളെല്ലാം ഇതിപ്പോൾ പാസ്സാകുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് പാസ്സാക്കാത്തത് കൊണ്ട് അവർക്കും ഇദ്ദേഹത്തോട് ദേഷ്യം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, പുറത്തുള്ള ആളുകളെല്ലാവരും കോൺഗ്രസിനോട്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയോ പേര് ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്, അവർക്കൊക്കെ കോൺഗ്രസിനോട് പ്രതിപത്തി തോന്നാനും ഇത് കാരണമാകും. അപ്പോൾ അങ്ങനെ ഇതിലൊരു ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റാണുള്ളത്.
പക്ഷേ ഇങ്ങനെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബില്ല് അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ല സെൻട്രൽ അവരുടെ പാർട്ടിയുടെ എന്താ പറയുക ഹൈക്കമാൻഡുമായിട്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അല്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എന്തിന് ഇത് അലോ ചെയ്തു എന്നുള്ളതൊക്കെ തന്നെ ഒരു വളരെ വലിയ ക്വസ്റ്റ്യനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പറയാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബില്ലുകളൊക്കെ കൊണ്ടുവരുമ്പോൾ സിദ്ധരാമയ്യക്ക് തന്നെ ഒരു കുഴി വെട്ടുകയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം കുഴി വെട്ടുന്നത് കോൺഗ്രസ്സിനാണ്. ഇങ്ങനെയുള്ള ബില്ലുകളിലൊക്കെ കൈവെക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടോ ഇവർ ഇങ്ങനെ ഒരു ബില്ല് പ്രിപ്പയർ ചെയ്യുകയും അതിപ്പോൾ മരവിപ്പിച്ച് വെച്ചിരിക്കുകയുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബില്ല് കോൺഗ്രസിൻ്റെ മൈൻഡിൽ ഉണ്ടെന്നറിയുമ്പോൾ തന്നെ ഒരുപാട് പേര് കോൺഗ്രസിന് എതിരായി തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ചില എന്താ പറയുക നമ്മുടെ പ്രാദേശികവാദങ്ങൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും ആദ്യം വന്നത് കേരളത്തിലാണ്. കേരളം നമുക്ക് തനിയെ ഒരു രാജ്യം വേണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ഒരുപാട് ബീഹാറിൽ നിന്നുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നു, അത് ലോക്കലായിട്ടുള്ള ആളുകളുടെ ജോലി നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുന്നു എന്ന് പറഞ്ഞ് അവിടെ ശിവസേന ഒരു സമരമൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതെന്തായാലും പൊളിഞ്ഞുപോയി. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു ഇതുപോലത്തെ ഒരു പ്രാദേശികവാദത്തിൻ്റെ അലയൊലികൾ മുമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പല ഹിന്ദി പോസ്റ്ററുകൾ, അതായത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന പേരുകളെല്ലാം ബ്ലാക്ക് മഷി കൊണ്ട് കരിയോയിലൊക്കെ അടിച്ച് കളയുന്ന അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രാദേശികവാദത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ പല ഇടങ്ങളിൽ ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ കേരളത്തിലോ തമിഴ്നാട്ടിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ ഇതേപോലെ പ്രാദേശികവാദങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ തിരിച്ചടിയൊക്കെയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള ഒരു ബില്ലുമായിട്ട് വരുന്നത് വളരെ തെറ്റായിപ്പോയി, മോശമായിപ്പോയി. കേരളത്തിലുള്ള കുറച്ച് കോൺഗ്രസ്സുകാരെങ്കിലും സിദ്ധരാമയ്യയെ ഒന്ന് ഫോൺ വിളിച്ച് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, നമ്മുടെ പാർട്ടിക്ക് പ്രശ്നമുണ്ടാകും എന്ന് പറയണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇനിയെങ്കിലും ഫ്യൂച്ചർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് തടയാൻ പറ്റും. ഇപ്പം നമ്മൾ ഓർത്ത് നോക്കുക, ഇപ്പോൾ DMK തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു വാദം പറയുകയാണെങ്കിൽ അത് ഓക്കെ, അവർ ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ട് മാത്രമാണ്, അവർക്ക് തമിഴ്നാട്ടിൽ മാത്രമാണ് പ്രസൻസ് ഉള്ളത്. രാഷ്ട്രീയപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ മുഴുവനുമുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ളൊരു പാർട്ടി എങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക, മണിപ്പൂരിൽ ഉള്ളവർ അല്ലെങ്കിൽ നാഗാലാൻഡിലുള്ളവർ അവരൊക്കെ ഒരു പ്രാദേശികവാദം പറയുകയാണെങ്കിൽ അത് ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിനുള്ളിൽ മാത്രമുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കോൺഗ്രസ് ആണ് തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെ മോശമായൊരു തീരുമാനമാണ്. ഇതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഓർത്ത് നോക്കൂ, ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ ഒരു ബില്ല് കർണാടകയിൽ പാസ്സാകുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണം വരുന്നത് ആർക്കായിരിക്കും? ഉടനെ തന്നെ ഇവിടെയുള്ള പല IT കമ്പനികളും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസും സിദ്ധരാമയ്യയും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചെയ്യണം എന്നാണ് തമിഴ്നാട് വിശ്വസിക്കുന്നത്, തെലുങ്കാന വിശ്വസിക്കുന്നത്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് വിശ്വസിക്കുന്നത്, മഹാരാഷ്ട്ര വിശ്വസിക്കുന്നത്, എന്തിനു പറയുന്നു ബംഗാൾ പോലും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഒരുപാട് IT കമ്പനികളുടെ പ്രസൻസ് ഉണ്ട്. ഈ കമ്പനികളൊക്കെ ഈസി ആയിട്ട് ക്യാൻവാസ് ചെയ്തിട്ട് അവിടെയുള്ളവർക്ക് ഈ തൊഴിൽ പ്രദാനം ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കുമ്പോൾ സിദ്ധരാമയ്യ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് മനസ്സിലാകുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ സിദ്ധരാമയ്യയായിട്ട് അടുത്തറിയുന്ന ഏതെങ്കിലും മലയാളികളുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് അദ്ദേഹത്തെ വിളിച്ചൊന്ന് ഉപദേശിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ SM കൃഷ്ണൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ്
ഈ IT കമ്പനികളെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പാടുപെട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു IT ഹബ്ബാക്കി മാറ്റിയത്. അപ്പോൾ അവിടേക്കാണ്, അവിടെ നിന്നുള്ള കമ്പനികളെല്ലാം ഇവിടുന്ന് പറിച്ചു നടാൻ വേണ്ടിയിട്ടാണ് സിദ്ധരാമയ്യ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ബില്ലുമായി വന്നത് എന്ന് വേണം നമ്മൾ പറയാൻ. എന്തു പറഞ്ഞാലും ഇതിനെ നമുക്ക് വളരെ ബാലിശമായിട്ടുള്ളൊരു നടപടിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജോക്കർ എടുക്കുന്ന തീരുമാനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ഇത് കർണാടക കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന അന്തഛിദ്രത്തിൻ്റെ ഭാഗമായിട്ട് അതിനെയൊക്കെ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് പൊക്കിക്കൊണ്ടുവന്നതാകാം എന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എന്തുകൊണ്ട് സിദ്ധരാമയ്യ എടുത്തു എന്നെനിക്കറിയില്ല. ഇനി അതും അല്ലെങ്കിൽ വേറൊരു കാരണമുണ്ട്. കോൺഗ്രസ്സിനെ ദേശീയ തലത്തിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സിദ്ധരാമയ്യയ്ക്ക് കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലും അതിനുള്ളൊരു ചാൻസും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. എന്തു തന്നെയായിരുന്നാലും കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തത് വളരെ മോശമായിപ്പോയി. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം തലയ്ക്ക് കൊടുത്ത ഒരു കൊട്ടുപോലെയാണ് ഇതിനെ എനിക്ക് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയായിരുന്നാലും ഇങ്ങനെയുള്ള പ്രാദേശികവാദങ്ങൾ, അനാവശ്യമായിട്ടുള്ള സംവരണങ്ങൾ, ഇതെല്ലാം വളരെ മോശമാണ്. ഇപ്പോൾ തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ KSEBിയിൽ നിന്ന് ഇവിടെ ബെസ്കോം എന്ന് പറയും, ഈ KSEB പോലെ ഇവിടെ ബാംഗ്ലൂരുള്ള ഇലക്ട്രിസിറ്റി കമ്പനി അവർ 180 യൂണിറ്റ് താഴെ ഉപയോഗിക്കുന്നവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടില്ല, അവരുടെ ഒരു വാഗ്ദാനമാണ്. അതുപോലെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് കൊടുക്കേണ്ടതില്ല. ഈ പണമൊക്കെ എവിടെ നിന്നാണ് നികത്തുന്നത്? ഇതൊക്കെ സാധാരണ ആൾക്കാരുടെ നിന്ന് ടാക്സ് പിരിച്ചിട്ടാണ് നികത്തുന്നത്. നമ്മളെപ്പോലുള്ള ആളുകൾ ടാക്സ് കൊടുക്കുക, ഗവൺമെൻറ് അതെടുത്ത് ധാരാളിതമായിട്ട് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ ഫ്രീബി ആയിട്ട് കൊടുക്കുമ്പോൾ നാടിൻ്റെ പുരോഗതിയാണ് അത് ബാധിക്കുന്നത്. ആ പണം ഉപയോഗിച്ച് നാടിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാമായിരുന്നു. അതൊന്നും നടക്കുന്നില്ല. അതൊക്കെ നിർത്തി വെച്ചിട്ട് ഇനി ഇതിൻ്റെ കൂടെ പുതിയ ഇങ്ങനത്തെ എന്താ പറയുക റിസർവേഷനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ കല്ല് വലിച്ചെറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.